മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലേ, എന്താണ് CPIMന്റെ നിലപാട്? അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇപ്പവും പറയാനുള്ളത്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് വർഗീയമാണോ വർഗീയമല്ലേ എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയുടേതായ മൂർത്തീകരണ ശക്തികൾ കേരളത്തിലുണ്ട്. അത് ഒരു സംശയമില്ല. SDPI നേരത്തെ NDF എന്നറിയപ്പെട്ടതും ഇപ്പോൾ SDPI നിൽക്കുന്നതും നമ്മുടെ കേരളത്തിൽ അതിശക്തമായ ന്യൂനപക്ഷ വർഗീയതയും അതിന്റെ കൂടെ മറ്റു ചില സ്വഭാവങ്ങളും ഉള്ളവരാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പ്രത്യേക വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല. UDFനകത്തെ പ്രധാന കക്ഷി എന്ന് പറയുന്ന ആരാ? UDFിൽ കോൺഗ്രസാണ് നേതൃത്വമെങ്കിലും UDF ആയിട്ട് നിൽക്കാൻ കഴിയുന്നത് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ശക്തി കൊണ്ടല്ലേ. ലീഗ് ഇല്ലാത്തൊരു UDFനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ UDFന്റെ ഏറ്റവും പ്രധാന ശക്തിയായിട്ട് ഇന്ന് ലീഗ് നിൽക്കുകയല്ലേ. ആ ലീഗിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അത് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. UDFന്റെ ഏറ്റവും പ്രധാന ശക്തി സ്രോതസ്സായിട്ടാണ് അവർ നിൽക്കുന്നത്. അവരെ കുറിച്ച് വേണ്ടാത്ത വ്യാമോഹമൊന്നും ഞങ്ങളാരും തെറ്റുപോകുന്നില്ല.